ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിൻ അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS-FNCK രജിസ്ട്രേഷൻ ഇന്ന് മുതൽ, അതായത് 25 ജൂൺ തൊട്ട് തുടങ്ങുന്നു എന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പലരും ചോദിച്ചതാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന്. കറക്റ്റ് നമുക്ക് ഒരു മാസമാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. ജൂൺ 25, 2026 മുതൽ ജൂലൈ 25, 2026. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 35 കോളേജാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ 15 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് 15 വേണ്ട, 10 മതി എന്നുണ്ടെങ്കിൽ 10 വെക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ അഡ്മിഷൻ 2026 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പണായി വിട്ട് വന്നിട്ടുള്ള ഈ ഒരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. BSc നഴ്സിംഗ് അതിൽ സെലക്ട് ചെയ്താൽ അപ്ലൈ നൗ കൊടുത്തിട്ടുണ്ട്, മലയാളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്. അതിൽ അപ്ലൈ നൗ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അതുപോലെ അത് ഏത് ഫോർമാറ്റിലാണ്, എങ്ങനെയാണ് എന്നെല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ, പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്കാൻഡ് ആയിരിക്കണം. സ്കാൻ ചെയ്ത് വേണം നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും കൊടുക്കണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിൽ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ ഇവിടെ SC ST OBC ജനറൽ എല്ലാ കാറ്റഗറിക്കും സെയിം ഫീസാണ്. അതുപോലെ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഇല്ല. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് മാത്രമാണ് നിങ്ങളെ ഇവിടെ എടുക്കുന്നത്. റിസർവേഷൻ, നമ്മുടെ LBSലെ പോലെയുള്ള റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഡൊണേഷനും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ AMCS-FNCKയിൽ വരുന്ന 35 കോളേജിലെ പകുതി സീറ്റ് LBS വഴിയും പകുതി സീറ്റുമാണ് AMCS-FNCK അസോസിയേഷൻ വഴിയും എടുക്കുന്നത്. പിന്നെ നിങ്ങളൊരു മെയിൽ ID, വാലിഡായിട്ടുള്ളൊരു മെയിൽ ID, പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഉള്ളൊരു ഫോൺ നമ്പർ വേണം ഇതിന് കൊടുക്കാനായിട്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പാസ്വേഡോ ആപ്ലിക്കേഷൻ നമ്പർ ചില കാര്യങ്ങളൊക്കെ അയച്ചു തരാനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സുരക്ഷിതമായി തന്നെ വെക്കണം. ആ പാസ്വേഡ് കളഞ്ഞു പോകരുത്. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റാതെയായിട്ട് വരും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നോർമലി ഇപ്പോൾ നിങ്ങൾ LBS, PNC, MA, KL, CFAസിലൊക്കെ അഡ്മിഷൻ കൊടുത്തവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതുമായിട്ട് അക്ഷയ പോവുക. അത് കഴിഞ്ഞിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക. 1200 രൂപയാണ് ഫീസ് വരുന്നത്. SC ST OEC എല്ലാ കാറ്റഗറിക്കും വരുന്നത് സെയിം ഫീസ് തന്നെയാണ്. റിസർവേഷൻ ഇതിനകത്തൊന്നും വരുന്നില്ല. ഒരു കുട്ടികൾക്കും കൊടുക്കുന്നില്ല റിസർവേഷനോ ഒന്നും തന്നെ. ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ആ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ആണ് നിങ്ങളെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, മൈനോറിറ്റി ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൊടുക്കണം. ഇനി പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോസ്പെക്ടസ് നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് വായിക്കണമെന്നാണ് പറയുന്നത്. വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ. അസോസിയേഷൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.amcsfnck.com. അഡ്മിഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥിയുടെ സ്വന്തം ഇമെയിൽ വിലാസവും അതുപോലെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് നമ്പറും ഇമെയിൽ വിലാസത്തിലും നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള യൂസർ IDയും പാസ്വേഡും ഉടനെ അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി വാട്സപ്പ് ഉള്ള ഫോൺ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഓൺലൈൻ അപേക്ഷയിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് ഓൺലൈൻ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഏറ്റവും അവസാനത്തിലുള്ള സബ്മിറ്റ് ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവൂ. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തിട്ടൊരു സബ്മിറ്റ് ബട്ടൺ വരും. സബ്മിറ്റ് ബട്ടൺ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷകന് തൻ്റെ ആപ്ലിക്കേഷൻ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി റീചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളിനി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ആ സമർപ്പിച്ചത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അസോസിയേഷൻ്റെ ഓഫീസിലോ കോളേജിലോ ഒന്നും സമർപ്പിക്കേണ്ടതായിട്ടില്ല, നിങ്ങൾ തന്നെ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് 35 കോളേജിൽ 15 ഓപ്ഷൻ മാത്രമാണ് വെക്കാൻ പറ്റുന്നത്. പലരും ചോദിച്ചു ഒരു കോളേജായിട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കോളേജായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 25, 2026 അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ടൈം തരുവാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അല്ലാതെ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല കേട്ടോ. പിന്നെ പ്രവേശന നടപടിക്രമത്തിൽ വീണ്ടും ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ ഈ യൂസർ IDയും പാസ്വേഡും
തുടർന്ന് സുരക്ഷിതമായും സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അസോസിയേഷൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളിലേക്കും മാനേജ്മെൻറ്റ് കാറ്റഗറി പ്രവേശനത്തിന് ഒരൊറ്റ ഓൺലൈൻ അപേക്ഷ മാത്രം നൽകിയാൽ മതി. ഓരോ കോളേജിനും ഓരോന്നായിട്ട് കൊടുക്കണ്ട, എല്ലാം കൂടി ഒരെണ്ണത്തിൽ മാത്രം കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാട്സപ്പ് നമ്പർ വേണം, അതുപോലെ വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തതായിരിക്കണം, അതുപോലെ നിങ്ങളുടെ +2 SSLD സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, നിങ്ങൾ നോർമലി LBSൽ എന്തൊക്കെയാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെയൊക്കെ കോപ്പീസും ഒറിജിനലും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, പക്ഷേ തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്കിതിന് ചിലപ്പോൾ കറക്ഷൻ ഡേറ്റ് വന്നെന്ന് വരില്ല. LBSലെ പോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി കറക്ഷന് അപ്ഡേറ്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓൺലൈനായിട്ടും പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബാങ്ക് വഴി ചെല്ലാനായിട്ടും ചെയ്യാൻ വേണ്ടിയാണ് സാധിക്കുന്നത്. ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയായിരിക്കും നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വിദ്യാർത്ഥിയുടെ പേരും മറ്റു വിവരങ്ങളും പൂരിപ്പിച്ച ശേഷം ചെല്ലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ചെല്ലാൻ ഉപയോഗിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ അപേക്ഷാ ഫീസ് അടയ്ക്കുക. തുടർന്ന് ഓൺലൈൻ അപേക്ഷയെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് അപേക്ഷാ ഫീസ് അയച്ച ശാഖയുടെ സ്ഥലവും തീയതിയും പൂരിപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് മുമ്പ് ചെല്ലാൻ്റെ AMCS FNCK കോപ്പിയുടെ ഭാഗം സ്കാൻ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. ഒരിക്കൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരഞ്ഞെടുത്ത കോളേജുകളോ അവയുടെ മുൻഗണനാക്രമമോ മാറ്റുവാൻ സാധിക്കുകയില്ല എന്നതിനാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കേണ്ടതാണ്. ഇപ്രാവശ്യം റീഅറേഞ്ച്മെൻറ്റും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചേഞ്ച് വരുവാണെങ്കിൽ അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇത് വരുന്ന ഫീസ്, വാർഷിക ഫീസ് ഘടന, ഒരു വർഷത്തെ ഫീസ് എത്രയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. 80,328 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. 23,980 രൂപയാണ് സ്പെഷ്യൽ ഫീസ് വരുന്നത്. ഈ ഫീസ് നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരിടത്ത് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന അന്ന് തന്നെ ഈ ഫീസ് അടയ്ക്കണം. അതുകൊണ്ട് എല്ലാവരും ഫീസ് റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരയ്ക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.